അപ്പോഴാണ് ഞാൻ അറിയണം ഞാൻ പ്രസവിക്കാൻ പോവാന്ന്. ഭയങ്കര ബ്ലീഡിങ് പറഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ആയി. ആർച്ച് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയും ഇതിനെ. നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കുടകുടകുടോന്ന് പറഞ്ഞ് ഷിവർ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക്. എനിക്ക് ഭയങ്കര ഷുഗർ ഉണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന്. പിന്നെ ഓരോ തിരക്കുകൾ കാര്യങ്ങളും നടക്കാറില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ആദ്യം എൻ്റെ അപ്പൂൻ്റെ ഡെലിവറിയുടെ സ്റ്റോറി പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്രഗ്നൻസി തൊട്ടിട്ടുള്ള ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പറയാം. അപ്പം ഞാൻ ഒരു BEdന് പഠിക്കുന്ന ടൈമിലാണ് ഞാൻ അപ്പൂനെ പ്രഗ്നൻ്റ് ആവണത്. അപ്പോൾ വെക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സെയിം കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആ വെക്കേഷനിൽ ലാസ്റ്റിൽ, അതായത് ഒരു മെയ് ലാസ്റ്റൊക്കെ ആവുന്ന സമയത്താണ് എനിക്കിങ്ങനെ പീരീഡ്സ് മിസ്സായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിരുന്നു. കറക്റ്റ് ഡേയ്സ് ഒക്കെ ചിലപ്പോൾ 28ാമത്തെ ദിവസം പീരീഡ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് 30 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 40 ദിവസം വരെയൊക്കെ എത്തിയിട്ടുണ്ട് ചില സമയത്ത് സൈക്കിൾ കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. ഞാൻ ഫസ്റ്റിൽ ഇതേപോലെ ഒരു പ്രാവശ്യം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതേപോലെ പീരീഡ്സ് മിസ്സായി നോക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അന്ന് വലിയ കുട്ടിഘോഷിക്കലൊക്കെ ചെയ്തിട്ട് ഞാൻ വേഗം പ്രഗ്നൻസി കിറ്റൊക്കെ എല്ലാവരോടും പറഞ്ഞ് മേടിക്കലും ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവസാനം എല്ലാവരും മൂഡ് ഓഫ് ആവുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് ടെസ്റ്റ് ചെയ്യാനൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇനി എങ്ങാനും അല്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു പേരക്കുട്ടി എന്ന് പറയുന്നത് നമ്മുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആരോടും പറയാണ്ടാണ് ഞാനും ഏട്ടനും കൂടിയിട്ട് കിറ്റ് മേടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നോക്കുമ്പോൾ നമ്മൾ മെയ് ലാസ്റ്റിലേക്കൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കി നോക്കുമ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഞാൻ രാവിലെ നേരെ പോയി നോക്കിയിട്ട് എനിക്ക് കയ്യും കാലും കുഴയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രഗ്നൻസി. കാരണം നമുക്ക് ആ ഒരു BEd എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെയിനും സ്ട്രെസ്സും എടുക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നോർമലായിട്ടുള്ള ഒരാൾക്ക് തന്നെ നമുക്കതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അപ്പം അതിൻ്റെ കൂടെ പ്രഗ്നൻ്റ് കൂടിയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ കാട്ടേണ്ടത് എന്നുള്ളത് ഒരു എത്തും പിടിയാത്ത സമയത്താണ് പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തു, ഇത് കണ്ടു. അപ്പം ഞാൻ നേരെ എൻ്റെ അമ്മോടൊക്കെ പോയി പറഞ്ഞു. ഇങ്ങനെ പറയാൻ ചമ്മലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഏട്ടനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഏട്ടന് ഓൾറെഡി വീട്ടിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി കാണാം വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏട്ടൻ്റെ ഇവിടെയൊക്കെ നിറയെ ഹോസ്പിറ്റൽസ്, ഗൈനക്കോളജിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് ലോങ് ആണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഗത്തായിട്ട് കുന്നംകുളത്തായിട്ടൊരു ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ കുന്നംകുളത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കി നോക്കുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഡോക്ടറുടെ പേരും ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ നേരെ ചെന്ന് പറഞ്ഞാൽ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്കാൻ ചെയ്യായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് അവർ ഉറപ്പ് പറയുണ്ടാവുക എന്നൊക്കെയാണ്. അപ്പം ഞാൻ സ്കാനിങ് പ്രതീക്ഷിച്ചിട്ടാണോ ഒന്ന് ചെല്ലുന്നത്. അങ്ങനെ ചെന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു വേഗം ഡ്രസ്സൊക്കെ മാറ്റിക്കോ, ടെസ്റ്റ് ചെയ്യട്ടെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ആകെ പേടിയായി, ഇതെന്താ വലിയ ഡ്രസ്സൊക്കെ മാറ്റാൻ പറയണേന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ അങ്ങനെ ഉള്ളു പരിശോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഡോക്ടറേയും ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഏട്ടൻ ചോദിച്ചു, ഡോക്ടർ ഓൾറെഡി പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഏട്ടൻ ചോദിച്ചു, അവൾ പഠിക്കാൻ പോകുന്നുണ്ട്, ബസ് കയറുന്നോട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ കോണിപ്പിടിയൊക്കെ കയറുന്നോട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ക്ലാസ് ആണെങ്കിൽ 1ാം നിലയുടെ മുകളിലാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വല്ലാണ്ടൊരു ചീത്തയെ പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞപ്പോൾ കുട്ടീനെ പ്രഗ്നൻ്റ് ആക്കാൻ, അപ്പോൾ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകെ ചീത്തയെ പറഞ്ഞു. ഞങ്ങൾ ആകെ ഷോക്കായി. കാരണം നമ്മൾ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് പോവല്ലേ, നമുക്ക് ഇതിനെ പറ്റിയിട്ട് എത്തും പിടിയില്ല, എന്താണെന്നുള്ളതൊരു പിടിയില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ട് പോകുമ്പോൾ ആകെ പേടിച്ചു. അങ്ങനെ ഞാൻ രണ്ടും കൂടി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല. കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിരുന്ന് എല്ലാവരോടും പറഞ്ഞ് ചർച്ചയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ആ സമയം വിചാരിച്ചു. ആ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മെഡിക്കൽ കോളേജിൽ കാണിക്കാം. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ ദൂരമൊക്കെ ഉള്ളൂ. അപ്പം എന്നാൽ മെഡിക്കൽ കോളേജിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് അമ്മയും ഞാനും കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ചെന്നു ഡോക്ടറെ കണ്ടു. എനിക്കാണെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഷുഗർ ഉണ്ടായിരുന്നു. മെഡിസിൻസ് കഴിക്കേണ്ട അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി അത്യാവശ്യം ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കിക്കോളൂ, നമ്മൾ തണ്ണിമത്തന് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കേണ്ട, അതൊക്കെ ഒഴിവാക്കുക, മാക്സിമം ചായ കട്ട് ചെയ്യുക, മധുരമുള്ള എല്ലാ ഐറ്റംസ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ O നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ
ഏട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ ഓൾറെഡി ആർച്ച് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നതിന് അത് ഭയങ്കര റിസ്ക്കാണ്. കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ നമുക്കൊരു പേടിക്കാനുള്ള ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസിയിലുടനീളം നമുക്ക് പിന്നെ സമാധാനം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. പോയിട്ട് നല്ല തിരക്കാണ് കേട്ടോ അവിടെ സ്കാൻ ചെയ്യാൻ. മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. അപ്പം അങ്ങനെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. കുറേ വൈകിട്ട് അങ്ങനെയായി, ഇങ്ങനെയായി, മറ്റേതായി, മറിച്ചതായി പറഞ്ഞിട്ട് ഓരോരുത്തരും നമ്മളിങ്ങനെ പേടിപ്പിക്കാനുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളം കുടിച്ച് വയറ് വീർപ്പിച്ചിട്ടുള്ള സ്കാനാണല്ലോ ചെയ്യണത് ഫസ്റ്റിലൊക്കെ. അപ്പം നിറയെ വെള്ളം ഇങ്ങനെ ഇരുന്ന് കുടിച്ച് വയറൊക്കെ വീർപ്പിച്ചിട്ട് ഇരിക്കുകയാണേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. അപ്പം ഞാൻ നേരെ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, ഇങ്ങനെ എന്നെ വിളിക്കാറായോ? അപ്പം എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ പോയിട്ട് വന്നോളൂ, ഇപ്പോഴൊന്നും വിളിക്കില്ല പറഞ്ഞു. നേരെ ബാത്റൂമിൽ പോയി തിരിച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് പറയുന്നത് നിന്റെ പേര് വിളിച്ചു എന്ന്. ഞാൻ ആ കിളി പോയില്ലേ. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ അവിടെ സ്കാനിങ്ങിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്തു. അതിന് അവരെന്നെ ഒരു ലോഡ് ചീത്ത പറഞ്ഞേക്കുള്ളൂ. അവരോടാണ് ഞാൻ മലയാള ഭാഷയിൽ ചോദിച്ചതാണ് കേട്ടോ. എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് ആകെ ഭയങ്കര ഇതായി. എന്നിട്ട് പിന്നെ ഇത്രയും വലിയൊരു കുഴലൊക്കെ വെച്ചിട്ടാണ് സ്കാനിങ് ചെയ്തത്. അതന്നെ എനിക്ക് ആകെ പേടിയായി. പിന്നെ എൻ്റെ മൈൻഡിൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇവര് ചെയ്യുന്നുണ്ടാവുക. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്കാനും എന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും സ്കാനിങ് എന്നുള്ളതാണ് പിന്നെ ഫുൾ എൻ്റെ പേടിയുണ്ടായിരുന്നത്. അപ്പോൾ അത് പോരാണ്ട് ആൾക്കാർ പുറത്തുള്ളൊരു സ്കാനിങ് വൈകിട്ട് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയും കൂടി ചെയ്ത് നോക്കുമ്പോൾ ആകെ ടെൻഷൻ കയറി. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഇനി മെഡിക്കൽ കോളേജിലേക്ക് ഇല്ല എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജിനോട് ബൈ പറഞ്ഞിറങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ചിന്തിച്ചു നമ്മൾ എവിടെ കാണിക്കണം എന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ അങ്ങനെ ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ഉള്ളൊരു ഹോസ്പിറ്റലുണ്ട്. പക്ഷേ നമ്മൾ പട്ടാമ്പിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഈ ആയുഷ്മാൻ ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ പ്രധാനമന്ത്രിയുടെ. അപ്പോൾ ആ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവിടെ കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവുണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് നമ്മൾ നേരെ പട്ടാമ്പിയിൽ കാണിച്ചു. സേവന ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് അവിടെ തന്നെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തുടക്കത്തെ കുറച്ച് സമയം കഴിഞ്ഞോടുകൂടി എനിക്ക് ഫുള്ള് ഛർദിയായി. ഛർദി എന്ന് പറഞ്ഞാൽ നിന്നാൽ ഛർദിക്കും, ഇരുന്നാൽ ഛർദിക്കും, കിടന്നാൽ ഛർദിക്കും, എന്ത് കാട്ടിയാലും ഛർദിക്കും. പച്ച വെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കും. രാവിലെ എണീറ്റ് വന്നിട്ട് ആ ഒരു മഞ്ഞ കളറിൽ കയ്പുള്ളൊരു വെള്ളം ഉണ്ടല്ലോ, അത് ഛർദിച്ച് തുടങ്ങിയ പിന്നെ അങ്ങോട്ട് ഛർദി പെരുമഴയാണ്. 2 ദിവസം കൂടുമ്പോൾ പോയി ഗ്ലൂക്കോസ് കയറ്റും. നമുക്ക് എന്താ കഴിഞ്ഞാൽ ഈ ഛർദിച്ച് പോകുന്നതിനനുസരിച്ച് ഉള്ളിലേക്ക് എന്തെങ്കിലും കുത്തിക്കയറ്റാൻ പറ്റിച്ചാൽ കുഴപ്പമില്ല. ഒന്നും കഴിക്കാനും പറ്റില്ല. ഒരു സാധനത്തിൻ്റെ സ്മെല്ല് പറ്റില്ല. ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും ആ ചിക്കൻ കറിയാണെന്ന് മണത്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാഴ്ചയിലേ മനസ്സിലാവുള്ളൂ. ഒരു മസാലക്കറിയുടെ മണം. ഒരു ഉള്ളി പോലും മൂപ്പിക്കണത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഉള്ളി പോലും മൂപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് സ്മെല്ലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ മെയിനായിട്ട് എൻ്റെ പ്രഗ്നൻസിയുടെ ഒരു 5 മാസം വരെ കഴിച്ചിരുന്നത് ചോറ്, മോര്, പുഴുങ്ങിയ ചീര. പുഴുങ്ങിയതേ പറ്റുള്ളൂ. മൂപ്പിച്ചിട്ടാ പറ്റില്ല അതിൽ. അങ്ങനെയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു 5 മാസം വരെ ഛർദി എന്നെ വിട്ട് പോയിട്ടില്ലായിരുന്നു. പോരാത്തതിന് അതിൻ്റെ ഒപ്പം ബി.എഡിന് പഠിക്കലും. ഞാൻ സ്കൂളിലേക്ക് ഒരു 5 ദിവസം നമുക്കൊരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടാവും സെക്കൻഡ് സെമ്മിൽ. അതിന് പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയും കൂട്ടി പോവും. അവിടെ ചെന്ന് സ്കൂളിലേക്ക് ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഛർദിയാണ്. അപ്പോൾ അവിടുത്തെ സ്കൂളിലത്തെ കുട്ടികളൊക്കെ വന്നിട്ട് എനിക്ക് ഒഴിഞ്ഞാൽ തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ അവസ്ഥകളായിരുന്നു ആ സമയത്ത്. അതേപോലെ തന്നെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂർക്കഞ്ചേരിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബി.എഡിന്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് പോകുമ്പോഴും ഇതേപോലെ തന്നെ ബസ് ഒരു ബസ്സിൽ ഞാൻ കയറി കഴിഞ്ഞ് തൃശ്ശൂർ ഇറങ്ങി വേറെ ബസ് കയറണം. അപ്പോൾ ഈ ബസ് ഇറങ്ങുമ്പോൾ ഛർദ്ദിക്കുന്നു, ബസ് കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത് ഛർദ്ദിക്കുന്നു, ബസ്സിൽ KSRTCയിലാണ് പോയിരുന്നത്, KSRTCയിൽ ഉടനീളം ഛർദ്ദിക്കുന്നു. അങ്ങനെ ഛർദി പെരുമഴയായിരുന്നു. അങ്ങനെ പിന്നെ ഈ ബി.എഡിന് ഓൾസോ അത് പഠിക്കലും. അത് കഴിഞ്ഞ് ഒരു 5 മാസമൊക്കെ ആയി നോക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഉമ്മറത്ത് ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു മസാലക്കറിയുടെ മണം വന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ മൂക്ക് ശരിയായി എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് ഫുഡ് അടിയായിരുന്നു കേട്ടോ. അങ്ങനെ 5 മാസം വരെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് സ്കൂളിൽ. അപ്പം അങ്ങനെ സ്കൂളിലേക്ക് ട്രെയിനിങ്ങിൻ്റെ സമയത്തും പോയി. അതും ഈ സാരി വലിച്ച് കെട്ടി പോകണം. ഇത്രയും വലിയൊരു കുഴലിൻ്റെ ഉള്ളിൽ ഫുൾ ചാർട്ട് കൊണ്ടുപോകണം, മോഡൽ കൊണ്ടുപോകണം. അങ്ങനെ ഞാനിതൊക്കെ പറയണത് എന്താ വെച്ചാൽ ആരെങ്കിലും ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോഴോ ആയിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് അയ്യോ ഇനി എന്താണെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒക്കെ നടക്കും. നമ്മൾക്ക് ആ സമയത്തിന് എല്ലാം നടക്കും. ദൈവം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് അതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കണത്. ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ മാതിരി തിരക്കുള്ള ബസ്സിലാണ് പോവുക, KSRTCയിലാണ് പോവുക, മെഡിക്കൽ കോളേജ് വഴി കൂടെ പോവുക. മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ബെറ്റർ ആയോ എന്ന് എനിക്കറിയില്ല.
ഒരു 2023 നല്ല വൃത്തികെട്ട വഴിയായിരുന്നു. കുഴിയോട് ഇങ്ങനെ ചാടി ചാടി പറക്കുന്നളിയോ പോണ പോലെയാ ബസ് പോയിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ആ ബസ്സിലൊന്നും പോയിട്ട് എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര രണ്ടാമത്തെ പ്രഗ്നൻസി ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ട്ടോ ഉണ്ടായിരുന്നെ. അങ്ങനെ നമ്മുടെ പ്രഗ്നൻസി ഒക്കെ ഏകദേശം ഇതായി. ഏകദേശം ഒരു ഞാൻ എൻ്റെ ബി.എഡിന്റെ ട്രെയിനിങ് കഴിയണത് ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് ആയിരുന്നു. ജനുവരി ഒരു സെക്കൻഡ് ഓർ തേർഡ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം സഹായിച്ച് സ്കാനിങ്ങിലോ ഈ ഒരു ഷുഗറിന്റെ പ്രശ്നമുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ സ്കാനിങ് അങ്ങനത്തേലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതിലൊക്കെ അപ്പു ഓക്കെ ആയിരുന്നേ. അങ്ങനെ അവസാനം നമ്മളുടെ ഡെലിവറിയുടെ ഡേറ്റ് എത്തി. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 18-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ. അതുവരെ പെയിൻ എന്തെങ്കിലും വന്നു വെച്ച് കഴിഞ്ഞാൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി 18-ാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ജനുവരി 18-ാം തീയതി ചെന്നു, നമ്മൾ അഡ്മിറ്റ് ആയി. അപ്പോൾ അഡ്മിറ്റ് ആക്കിയിരുന്നില്ല അവര്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ബ്ലഡിന്റെ 2 ഡോണേഴ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ നെഗറ്റീവ് ആണല്ലോ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ട് ഡോണറെ തപ്പി നമ്മൾ കുറേ നേരം ഇരുന്ന് ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടാണ് അവർ നമ്മളെ അവിടെ അഡ്മിഷൻ ആക്കിയത്. കൊണ്ടുവരാണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സെറ്റാക്കി. പിന്നെ ഇൻഷുറൻസ്, ആയുഷ്മാൻ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനഃ ഡെലിവറിയുടെ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിയുടെ എക്സ്പെൻസ്, അതേപോലെ തന്നെ നോർമൽ ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും അതിൻ്റെ എക്സ്പെൻസ്, പിന്നെ കുട്ടീനെ NICUവിൽ കിടത്തുന്നതിൻ്റെ എക്സ്പെൻസ്, അപ്പം അതൊക്കെ നമുക്ക് ആ ഇൻഷുറൻസ് കൂടി കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ അവിടെ റൂമിൻ്റെ ചാർജ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റൂമിനായിട്ട് നമുക്ക് നോർമൽ ആണെന്നുണ്ടെങ്കിൽ 3 ദിവസവും സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു എക്സ്പെൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് അഡ്മിഷൻ ആയത്. റൂമൊക്കെ കിട്ടി. പിന്നെ അന്ന് വൈകുന്നേരം ആയി നോക്കുമ്പോൾ തൊട്ടിട്ട് നമ്മുടെ അടുത്ത് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ കാര്യങ്ങൾക്കായിട്ട് വരും. അങ്ങനെ കൊണ്ടുപോകും. അവിടെ ചെന്ന് ചെക്ക് ചെയ്യും. നമ്മളിങ്ങോട്ട് പോരും. അങ്ങനെയായിരുന്നു. എന്നിട്ട് രാത്രി ഒരു 8 മണിയോ 7 മണി 8 മണിയായിട്ട് ആവണ ടൈമിലാണ് കേട്ടോ വിളിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് ഈ വികാസം വരാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഉണ്ട്. കറക്റ്റ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് ഞാൻ വന്നു. വിടണ സമയത്ത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതേപോലെയുള്ള ആൾക്കാർക്കൊന്നും വലിയ കരച്ചിലും ബഹളമൊന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ ഭയങ്കര മീൻസ് എനിക്ക് പേടിയായിരുന്നു കൊണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഓളിയിട്ട് കരഞ്ഞ സിസ്റ്റർമാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ എന്നിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് വന്നു. അധികം ഒന്നും വൈകിയില്ല. അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലഡ് പോയി തുടങ്ങി. ഭയങ്കര ബ്ലീഡിങ് ആണ്. ഭയങ്കര ബ്ലീഡിങ് ആയി. അങ്ങനെ ചോര പോയി തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറില്ല, അത് എന്താണാവോ എന്ന് പറഞ്ഞിട്ട് അവർ ആ ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ ആ ട്യൂബ് ഇട്ടിട്ടുള്ള ആ കുറച്ച് നേരം കൊണ്ട് ഞാൻ സ്വർഗ്ഗവും നരകവും പാതാളവും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വേദനയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലേബർ പെയിൻ്റെ അതേപോലെ നമുക്ക് നടുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വയറിൻ്റെ അവിടേക്ക് വരുന്ന പോലത്തെ വേദന. ആ വേദനയായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നും ആലോചിക്കാനേ വയ്യ. അമ്മാതിരി വേദനയായിരുന്നു അതുണ്ടായിരുന്നത്. അങ്ങനെ അത് പിന്നെ റിമൂവ് ചെയ്തപ്പോൾ പിന്നെ ആ വേദന മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ പറഞ്ഞു 6 മണിയാകുമ്പോഴേക്കും റൂമിലേക്ക് 6 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ 2 മണിക്കൂർ കൂടുന്നവർ രാത്രിയിൽ നമുക്ക് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 6 മണിയായി നോക്കുമ്പോൾ ഞാൻ ഇതേപോലെ പോയി. അവരെന്നോട് പറഞ്ഞൊന്നുമില്ല കേട്ടോ നമ്മളെ ഡെലിവറിക്കാണ് കൊണ്ടുപോകണമെന്നൊന്നും ഞാൻ എന്നോട് പറഞ്ഞില്ല. അവരെന്നോട് പറഞ്ഞു 2 ഭാഗം മുടി കെട്ടിയിട്ട് വരാൻ. എൻ്റെ 2 അമ്മമാർ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 പേർക്കും അറിയുണ്ടായിരുന്നില്ല എന്നെ ഡെലിവറിക്കാൻ കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ ചെന്നു. അവരെന്നോട് ചെന്നിട്ട് മാക്സി മാറ്റിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടോളോ പറഞ്ഞു ലേബർ റൂമിൽ ചെന്നപ്പോൾ. അപ്പോഴാണ് ഞാൻ അറിയണം ഞാൻ പ്രസവിക്കാൻ പോവാന്ന്. ഞാൻ സിസ്റ്ററോട് ചോദിച്ചു ഇനിയിപ്പോൾ എന്താ ഡെലിവറിക്കാണോ പോണേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിന് മരുന്ന് കയറ്റാൻ പോവാണെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പറഞ്ഞു. അപ്പോഴേക്കും അവരെനിക്ക് വയറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തന്നിട്ട് വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുക? എന്നിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ പട്ടിണി കിടന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക തന്നെ. അപ്പോഴേക്കും അവർ മരുന്ന് കയറ്റി. മരുന്ന് കയറ്റുമ്പോൾ ചെറിയതായിട്ട് വേദന വരുന്നുണ്ട്. ഓരോ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ പുളകം കൊണ്ട് കരയുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്കൊന്നും പെയിൻ വരുന്നില്ല. എന്നാൽ കുറേശ്ശെ വേദന വരുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട്. അങ്ങനെ കൂടെയുള്ളവരൊക്കെ പോണു പ്രസവിക്കുന്നു. എൻ്റെ ലേബർ റൂമിൽ ഫുൾ ബെഡ് അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ആൾക്കാരന്ന് ഡെലിവറിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും വേറൊരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അവളെങ്കിലും ഉണ്ടല്ലോ കൂട്ടിനെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ആ കുട്ടിക്കും പെയിൻ വന്നിട്ട് ആ കുട്ടീനെയും കൊണ്ടുപോയി. ഞാൻ മാത്രം. ആ സമയത്ത് എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു PV ചെയ്യുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. PV ചെയ്യലാണ് ചിന്തിക്കാൻ വയ്യാത്ത. ഈ വേദനേൻ്റെ ഇടയിൽ കൂടെ ഇവർ PV ചെയ്യലും കൂടി ആകുമ്പോൾ ഞാൻ തീരെ ഭയങ്കരമായിട്ട് ഞാൻ എതിർക്കായിരുന്നു കേട്ടോ. ഞാൻ സമ്മതിച്ചേർന്നില്ല സത്യം പറയാലോ. എന്നിട്ട് ഡോക്ടർ വന്ന് PV ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്ലൂയിഡ് പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇനി കുറേ നേരമൊന്നും കാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അവർ അവസാനം പറഞ്ഞു സി സെക്ഷൻ ആക്കിയാലോ ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു, "ഓ സന്തോഷം. എനിക്കിനി വയ്യ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്." അപ്പോൾ ഞാൻ പറഞ്ഞു, "ആ ആക്കാ" പറഞ്ഞു. അങ്ങനെ വേഗം ചെന്ന് ഏട്ടനോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പഴയ ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നിർത്തിയത് കൊണ്ട് അവരത് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ നേരെ നമ്മളതിനെ ഏട്ടനെയൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് നേരെ സി സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് എന്താ ഞാന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോർമൽ ഡെലിവറിയുടേതാണ് നോക്കിയിരുന്നത്. കാരണം എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു ട്ടോ, മേല് നല്ലോണം അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആവാനാണ് സാധ്യത, നോർമൽ ആവാനാണ് സാധ്യത. കാരണം ഞാൻ അത്രയും മേല് അനങ്ങിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് 3-ാം നിലയുടെ മുകളിലെ ക്ലാസ്സിന് കേറുന്നു, ഇറങ്ങുന്നു, കേറുന്നു, ഇറങ്ങുന്നു അങ്ങനെയാ. അപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് നന്നായി മേലനങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഇത് നോർമലാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ സി സെക്ഷൻ എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല പിള്ളേരായിരുന്നു ട്ടോ കൂടെ ഉണ്ടായിരുന്നത്. ട്രെയിനിങ്ങിൻ്റെ പിള്ളേരാണോ എന്താണെന്ന് എനിക്കറിയില്ല. കണ്ണട ഊരി കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാത്ത കാരണം കൊണ്ട് തന്നെ അവരുടെ മുഖമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ ചെന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ബെഡിൽ നമ്മളതിനെ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് ഇടുന്നു, അവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് ഇടുന്നു. അങ്ങനെ ഓരോ ബെഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റിയിട്ടാണല്ലോ കൊണ്ടുപോവുക. അങ്ങനെ അവസാനം നമ്മളെ അവിടെ ചെന്ന് കിടത്തി. അപ്പം എന്നോട് പറഞ്ഞു ചെരിഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചെരിഞ്ഞ് കിടന്നു. ചെരിഞ്ഞ് കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. അവരൊക്കെ കൂടി എന്നെ എന്തോ ഈ രാമൻ വില്ലൊടിക്കാൻ പോണ പോലെ ഈ ഒരു സാധനം എന്നെ ഈ ബോഡീനെ ഫുൾ ഇങ്ങനെ റായാക്കി. എൻ്റെ തലയും കാലും കൂടി കൂട്ടിമുട്ടി. അങ്ങനെ അവരെന്നെ പിടിച്ചു. അപ്പോഴാണ് ഞാൻ ഇതെന്താ ഇവര് കാട്ടാൻ പോണ്? കൂടെ അതിൻ്റെ ഇടയിൽ ഒരു വയറും ഉണ്ടല്ലോ. ഇത് എന്തുട്ടാണ് ഈ കാട്ടാൻ പോണേന്ന് വിചാരിച്ച് ഞാൻ ആകെ പേടിച്ചു. അപ്പോൾ അവര് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, കണ്ണടച്ച് കിടന്നോ പറഞ്ഞു. എന്നിട്ട് അങ്ങനൊരു ഇഞ്ചക്ഷൻ കുത്തി. പക്ഷേ വേദന ഉണ്ടായിരുന്നോ ചോദിച്ചാൽ വേദന ഉണ്ടായിരുന്നു അനസ്തേഷ്യ ചെയ്യുമ്പോൾ. പക്ഷെ കുറേ ആൾക്കാരൊക്കെ പറയണ പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. പിന്നീട് ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് അനസ്തേഷ്യയുടെ നീഡിൽ എത്ര പോകുന്നതാണെന്ന് അറിഞ്ഞത്. ഒരു പക്ഷേ ഞാൻ ആ നീഡിൽ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓളിയിട്ട് ബഹളം വെച്ചേനെ. എന്താ ചെയ്യാൻ പോണേന്ന് അറിയണില്ലല്ലോ നമുക്ക്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ അനസ്തേഷ്യ ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ കാലിന് അരയ്ക്ക് കീഴ്പോട്ട് നമുക്കൊന്നും അറിയാത്ത പോലെ, അരയ്ക്ക് കീഴ്പോട്ടല്ല നെഞ്ഞിന് താഴോട്ടാന്ന് തോന്നുന്നു, അവിടേക്കൊന്നും അറിയാത്ത പോലെ നമുക്കൊരു തൊടുന്നൊക്കെ അറിയാം. എന്നാൽ പക്ഷേ നമുക്ക് വേദനയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഫീലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് മലർന്ന് കിടന്നിട്ട് നേരെ കണ്ണിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ട് തന്നു. അപ്പോൾ അങ്ങനെ തുണിയിട്ട് തന്നിട്ട് അവർ ഓരോന്നൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വയറിന് മുകളിൽ ജസ്റ്റ് ഇങ്ങനെ. എൻ്റെ വിചാരം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ കത്രികയുടെ ഒക്കെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ വീഡിയോ ടി വിയിലൊക്കെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് കാണാമല്ലോ, ഒരു പാത്രങ്ങൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കത്രികയും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്ന് ഇങ്ങനെ മുകളിൽ വെക്കാമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിങ്ങനെ വെച്ചോണ്ടിരിക്കണേ ഉള്ളൂ. ഇവര് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ വരുന്നാവുള്ളൂ നമ്മൾ വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കരച്ചിൽ. അതായിരുന്നു നമുക്ക് ഏറ്റവും എനിക്കിങ്ങനെ ആലോചിക്കാൻ വയ്യ. അത്രയ്ക്ക് രസമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ അവൻ്റെ കരച്ചിൽ കേട്ടു. എന്നിട്ട് പറഞ്ഞു ആൺകുട്ടിയാണെന്ന്. ഞാൻ ആൺകുട്ടി വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് പോയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ആൺകുട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിന്നെ അവനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. പിന്നെ ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറഞ്ഞു ചിലപ്പോൾ ഉറക്കം വരും എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ്റെ ഒരു മാസ്ക് വെച്ച് തന്നു. അങ്ങനെ കണ്ണടച്ച് കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ഐസിയുവിൽ കിടക്കണതാണ്. അങ്ങനെ ഐസിയുവിൽ കിടക്കുന്ന സമയത്ത് ആ സമയത്താണ് പിന്നത്തെ ഒരു ടാസ്ക്. ഒരു വിറ വരും നമുക്ക്. അയ്യോ ആ വിറാന്ന് പറഞ്ഞാൽ നമുക്ക് അൺസഹിക്കബിൾ ആണ്. ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. നമ്മുടെ ബോഡീനെ ഇങ്ങനെ കുടകുടകുടോന്ന് പറഞ്ഞ് ഷിവർ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക്. അതേപോലെ നമുക്ക് കാലും ഒന്നും നമുക്ക് അറിയുന്നില്ല. ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് ഒന്നും സെൻസ് ചെയ്യാനൊന്നും പറ്റില്ല. അമ്മാതിരി ഒരു വിറ. അപ്പോഴേക്കും അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഉണ്ണീനെ ഇടയ്ക്ക് പാല് കുടിക്കാൻ കൊണ്ടുവരും. അപ്പം അവനാണെന്നുണ്ടെങ്കിൽ കുടിക്കില്ലായിരുന്നു. അപ്പോൾ സിസേറിയൻ ആയത് കാരണം കൊണ്ട് ഫസ്റ്റത്തെ പ്രസവമായ കാരണം കൊണ്ടാ തോന്നുന്നുണ്ട് പാലൊന്നും വന്നായിരുന്നില്ല തോന്നുന്നു. അപ്പം ഇവൻ തീരെ കുടിക്കായിരുന്നില്ല. അങ്ങനെ ഇവനെ കൊണ്ടുപോകും. അങ്ങനെ അന്ന് വൈകുന്നേരം 9:30 ആവുന്ന സമയത്തേക്കാണ് എന്നെ റൂമിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പം 2 മണി 2:07 അപ്പൂനെ പ്രസവിച്ചത്. അത് കഴിഞ്ഞ് 9:30 ആകുമ്പോഴേക്കാണ് എന്നെ റൂമിലേക്ക് മാറ്റിയത്. അങ്ങനെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. എനിക്കാകെ എന്തോ പോലെ എന്തുട്ടാ ഉണ്ടായേക്കണേ, കുട്ടീനെയും കാണാനില്ല. എന്താ ഉണ്ടായി ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ പറയുന്നുണ്ട് കുട്ടിക്ക് പാല് കുടിച്ചില്ല, കുട്ടി പാല് കുടിക്കണ്ടായില്ല പറഞ്ഞിട്ട് സിസ്റ്റർമാർ ചീത്ത പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കുട്ടി പാല് കുടിച്ച് നോക്കുമ്പോൾ ആകെ ഛർദ്ദിച്ചു. അപ്പം അത് കാരണം NICUവിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആകെ എനിക്ക് പേടിയായി. കാരണം നമ്മൾ കുട്ടീനെ അപ്പം ഒന്ന് കണ്ടിട്ട് എനിക്ക് ഈ പാല് കൊണ്ടുവരാൻ വരുമ്പോൾ ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണുന്നല്ലാണ്ട് പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ.
അപ്പം അത് കാരണം കൊണ്ട് ആകെ ടെൻഷനായി. അപ്പോൾ ഇവനെന്തോ ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ NICUവിൽ കിടത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് നമുക്ക് എണീക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പിന്നെ അന്ന് ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ NICUവിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഫോർമുല മിൽക്കട്ടേ കൊടുത്തുകൊണ്ടിരുന്നേനെ. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴാണ് നമ്മൾ എണീക്കേണ്ടത്. ഈ സെക്ഷൻ കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ കിടത്തം കഴിഞ്ഞിട്ടുള്ള ഒരു എണീക്കണ ഒരു സംഭവമുണ്ട്. നമ്മുടെ യൂറിനൊക്കെ നമുക്ക് ട്യൂബ് ഇട്ടുണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് അവർ പറയും പോയിട്ട് യൂറിൻ പാസ് ചെയ്യണം, അതേപോലെ തന്നെ വയറ്റിന്ന് കൊണ്ടു നോക്കണം. അതിന് വേണ്ടിയിട്ട് എണീക്കാൻ പറയും. ആ കിടന്നോടത്തുനിന്ന് ഞാനങ്ങോട്ട് എണീറ്റത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണും കാണാനില്ല, ചെവിയും കേൾക്കാനില്ല, തല ഫുള്ള് കറങ്ങി ഒരു ബോധമില്ലാണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. എന്താ ഉണ്ടാവണേന്ന് അറിയണില്ല. ആകെ ഒരു മഞ്ഞളിപ്പ് മാത്രം. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ബോധം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ഈ ഹോസ്പിറ്റലത്തെ ബെഡാണെന്നുണ്ടെങ്കിൽ ഒരു പൊക്കത്തായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റണില്ല. തലേ ദിവസം വരെ ചാടി ഓടി കാവടി തുള്ളി നടന്നായിരുന്നു ഞാന്. പിറ്റേ ദിവസം ആയി നോക്കുമ്പോൾ എനിക്ക് എണീക്കാനും നടക്കാനും പറ്റണില്ല. 4 ആള് പിടിച്ചിട്ടൊക്കെ വേണം എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അയ്യോ, അതൊരു ഭയങ്കര അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ബാത്റൂമിൽ പോകാൻ യൂറോപ്യനാണ്, അതിലിരിക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് എണീക്കാൻ പറ്റണില്ല. ബാത്റൂമിൽ പോയി വയറ്റുന്ന പോലും കാര്യങ്ങളൊക്കെ സെറ്റായി. അത് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാണ്ട് രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം. എനിക്കാണെന്നുണ്ടെങ്കിൽ പാലില്ല പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടർമാർ ഓൾറെഡി നമുക്ക് അവിടുന്ന് പാലിനുള്ള ഒരു ടാബ്ലറ്റ് തന്നു. 2 ഗുളികയായിട്ട് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ 3 നേരമായിട്ടേ തോന്നുന്നു. അങ്ങനെ ടാബ്ലറ്റ് തന്നു. അത് കഴിച്ചു. അതിന് പാലിൻ്റെ അപ്പോഴും പാലൊന്നും ആവാത്ത പോലെയായിരുന്നു. ഉണ്ണിക്ക് കൊടുക്കണ്ടേ കൊളസ്ട്രോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നത്തെ ടാസ്ക് ഒരു സിറിഞ്ച് തന്നു. ആ സിറിഞ്ച് ഇഞ്ചക്ഷൻ മറ്റേ നീഡിലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സിറിഞ്ച് മാത്രം. അതിൻ്റെ മോൾ ഭാഗം അവർ കട്ട് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ മുകളിൽ വെച്ചിട്ട് പാലിങ്ങനെ സക്ക് ചെയ്യണം. എന്നിട്ട് കുട്ടിക്ക് ഗോകർണത്തിൽ ഒഴിച്ച് കൊടുക്കും. അത് സക്ക് ചെയ്യണതിൻ്റെ ഒരു വേദന ഉണ്ട്. ഈ ഒരു വേദനയും ആ ഒരു വേദനയും ഒക്കെ കൂടി ഗംഭീര വേദനകളായിരുന്നു. എന്നിട്ട് പിന്നെ ഇവനാണെങ്കിൽ പാല് കുടിക്കില്ല. ഇവനെ എത്ര കാട്ടിയാലും ഇവൻ കാറി പൊളിക്കാന്നല്ലാണ്ട് ഇവൻ കുടിക്കില്ല പാല്. അങ്ങനെ ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കണു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പാല് വരാഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഓരോരുത്തരും ഓരോന്നല്ലേ പറയുക. പാലില്ലാഞ്ഞിട്ടാ തോന്നുന്നുണ്ട്, നിപ്പിളിന് വലിപ്പമില്ലാഞ്ഞിട്ടാ തോന്നുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമുക്ക് ആകെ ആ സമയത്ത് ഒരു സമാധാനം തരേണ്ടതിന് പകരം ഇങ്ങനെ സ്ട്രെസ്സാണ് എല്ലാവരും കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ പാലില്ലാഞ്ഞിട്ടാന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് മുരിങ്ങയുടെ ഇലയിൽ തേങ്ങ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ പാലുണ്ടാവും പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെഡിസിൻ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ പാല് വന്നേ തോന്നുന്നുണ്ട്. അങ്ങനെ ഈ മുരിങ്ങയുടെ ഇല ഒരു ലോഡ് കൊണ്ടുവരും ഇവിടെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ നിന്ന്. അവർ ഉപ്പേരി പോലെ ഉണ്ടാക്കി കൊണ്ടുവരും. ഞാനത് ഇങ്ങനെ പച്ചക്ക് തിന്നുകൊണ്ടിരിക്കുക. ഗർഭിണിയായിരിക്കുമ്പോൾ ചീരയുടെ ഇല പുഴുങ്ങിയത്, പ്രസവം കഴിഞ്ഞപ്പോൾ മുരിങ്ങയുടെ ഇല. അങ്ങനെ തീറ്റിയായിരുന്നു ഞാൻ. ഒരുമാതിരി പശുക്കുട്ടിയെ തോന്നുന്നു, ഇല മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇല കഴിച്ച് പാല് വന്നു. പാലായി. പാലിങ്ങനെ ഇറ്റി പോലെ തുടങ്ങി. ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, കിടന്ന ബെഡിൽ മൊത്തം പാലാവും. അങ്ങനെ പാലിൻ്റെ അഭിഷേകമായി. കുട്ടി കുടിക്കില്ല. അങ്ങനെ ഈ സിറിഞ്ച് കൊണ്ടുള്ള വലിക്കൽ പരിപാടി. അങ്ങനെ കുറേ ആയിട്ടും റെഡി ആവണില്ല കണ്ടിട്ട്. പിന്നെ അവസാനം ഞങ്ങൾ ഒരു ഐഡിയ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലായിടത്തിലും പരീക്ഷിക്കണമെന്ന് എനിക്കറിയില്ല, ഞങ്ങളായിട്ട് തന്നെ പരീക്ഷിച്ചതാണ്. ഒരു പാലിൻ്റെ കുപ്പി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ കുപ്പിയിൽ ഒഴിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇവൻ ചെറുതായി സക്ക് ചെയ്യുന്നുണ്ട്, അല്ല ഞാൻ കുടിക്കുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ വിചാരിച്ചു ഈ നിപ്പിൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ മുകളിൽ വെച്ചേക്ക് നോക്കാം, എന്നിട്ട് അവൻ കുടിക്കാൻ നോക്കാമെന്ന്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവൻ കുടിക്കൽ തുടങ്ങി, അവൻ വലിക്കൽ തുടങ്ങി. അപ്പോൾ പാലായിരുന്നു പോലും തുടങ്ങി. അപ്പം പിന്നെ നമുക്കൊരു സമാധാനം കിട്ടി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ NICUവിലാണ്. അപ്പം NICUവിൽ പോയി കൊടുക്കുമ്പോൾ നമുക്ക് ഈ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ നമ്മൾ ചീത്ത പറയുമോ നമുക്കറിയില്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് തന്നെ അപ്പം പിന്നെ ഇടയ്ക്ക് ഈ സിസേറിയൻ കഴിഞ്ഞിട്ട് മുകളിലെട്ടിയാണ് NICU. അപ്പം അങ്ങോട്ട് നടക്കണം, അതേപോലെ തിരിച്ച് നടക്കണം. നമുക്ക് ഈ കുറേ നടക്കാനും പറയും അവർ. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ നടക്കൽ. എങ്കിൽ കൂടി നമ്മൾ നടക്കണം എന്നാണ് അവർ പറയുക. കൂടുതൽ മറ്റേ നോർമൽ ഡെലിവറിക്കാരോടൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കിടക്കാൻ പറയുന്നു. നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകുന്ന കുറേ നേരം കിടക്കണ്ട, കുത്തിയിരിക്കണ്ട, കുറച്ച് നേരം കിടക്കുക, ബാക്കിയുള്ള സമയമൊക്കെ നടക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നടക്കലായിരുന്നു. അപ്പം ഇനി NICUവിലേക്ക് പോവുക, താഴത്തേക്ക് വരിക, അങ്ങനെ നടത്തം. ഈ സ്റ്റിച്ചിൻ്റെ പെയിന്, ബ്രസ്റ്റിലത്തെ പെയിനിൻ്റെ പെയിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറേ നോക്കി നമ്മളെ ഡിസ്ചാർജ് ആവേണ്ട ഡേറ്റ് ആയി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എൻ്റെ കുട്ടിക്ക് മഞ്ഞപ്പ് കൂടി. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ RH ഇൻകമ്പാറ്റിബിലിറ്റി ഉണ്ട്,
എന്നുവെച്ചാൽ ഞാൻ നെഗറ്റീവും ഏട്ടൻ പോസിറ്റീവായ കാരണം കൊണ്ട് തന്നെ അതുകൊണ്ട് മഞ്ഞപ്പ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വതവേ എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്, ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവന് കുറച്ച് അധികമായത് ഇതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റിൽ ഇവന് മഞ്ഞപ്പ് ഉണ്ടെന്ന്. നോർമലി ആൾക്കാർ ഈ മഞ്ഞപ്പ് ഉണ്ട് എന്ന് പറയുക ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തിരുമ്പി നോക്കുമ്പോൾ മഞ്ഞ കളർ കാണും, കണ്ണിൻ്റെ ഉള്ളിൽ മഞ്ഞ കളർ കാണും, കൈയിൻ്റെ അടിയിൽ കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. ഡോക്ടേഴ്സും അങ്ങനെ തന്നെ ചെയ്തായിരുന്നത്. അപ്പോഴൊന്നും ഇവന് ഈ മഞ്ഞ കളർ കണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇവന്റെ എന്താ പറയുക യൂറിൻ പാസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു മഞ്ഞ കളർ ഏട്ടന് ജസ്റ്റ് ഒരു ഡൗട്ട് തോന്നി. മൂപ്പര് എന്നെക്കാട്ടിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ ആള് കയ്യിൽ നോക്കി നോക്കുമ്പോൾ മഞ്ഞ കളർ തോന്നിയിട്ട് ഡോക്ടറോട് പോയി പറഞ്ഞു. അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് ഇവര് മഞ്ഞപ്പ് ഭയങ്കര പ്രശ്നമുണ്ടെന്ന്. പിന്നെ ചെന്ന് നോക്കുമ്പോഴേക്കും നല്ലോണം ബിലിറുബിന്റെ കണ്ടന്റ് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് എന്നെ ഇന്ന് ഡിസ്ചാർജ് ആക്കാന്ന് പറഞ്ഞു. അവനെ ഡിസ്ചാർജ് ആക്കിയില്ല. അപ്പോൾ നമുക്ക് സി സെക്ഷൻ ആയ കാരണം കൊണ്ട് തന്നെ 5 ദിവസത്തേക്ക് 10,000 രൂപയാണ് റൂമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സ്ട്രാ 2 ദിവസത്തിനും കൂടി വീണ്ടും അവന് 1,500 ഡെയിലി വേണമായിരുന്നു. അങ്ങനെ ആവുമ്പോൾ അങ്ങനെ അവന് വേണ്ടി നമ്മൾ വീണ്ടും അവിടെ നിന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഫുൾ ടൈം ഉണ്ടായിരുന്ന NICU ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഫുള്ള് നമ്മൾ അവിടെ പോയി പാല് കൊടുക്കലായി, ഇങ്ങോട്ട് തരാണ്ടായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹോസ്പിറ്റലിൽ വിട്ടു, നമ്മൾ വീട്ടിലേക്ക് എത്തി. പിന്നെയാണ് കേട്ടോ അവൻ പാല് കുടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വന്ന് 19-ാം തീയതി ആയിരുന്നു ഡെലിവറി. ഒരു 5 ദിവസമായിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തി 30-ാം തീയതി ജനുവരി 30-ാം തീയതി ആയിട്ടായിരുന്നു എനിക്ക് എൻ്റെ BEdന്റെ എക്സാം ഉണ്ടായത്. പ്രാക്ടിക്കൽ എക്സാം. BEd പഠിച്ചവർക്കാണെങ്കിൽ അറിയാം, കമ്മീഷൻ എന്ന് പറയും. അതിന് ഞാൻ ഇവനെ വീട്ടിലാക്കിയിട്ട് ഇത്രയും ഇതായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ പോയി. എനിക്ക് എൻ്റെ പോസ്റ്റ്മോർട്ടം ഡേയ്സ് ഒന്നും അപ്പൂൻ്റെ സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്കും സ്ട്രെയിനും സ്ട്രെസ്സും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണിനെ മാത്രം നോക്കിയിരിക്കാച്ച കുഴപ്പമില്ല. രാത്രിയിൽ നമുക്ക് ഒന്നാമത്തെ ഉറക്കം ഉണ്ടാവില്ല ഉണ്ണിയുള്ള കാരണം കൊണ്ട്. ഉണ്ണി ഉറങ്ങുമ്പോഴേലും ഉറങ്ങിക്കോന്ന് ആൾക്കാർ പറയുമല്ലോ, അല്ലെങ്കിൽ കിടക്ക് എന്ന് പറയുമല്ലോ. ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഉണ്ണി ഉറങ്ങുന്ന ടൈമിൽ ഞാനിരുന്ന് റെക്കോർഡ് എഴുതണം. കുറേ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പറഞ്ഞ് അങ്ങനെ ലോഡ് എഴുതാനുണ്ട്. ഇതൊക്കെ ഇരുന്ന് എഴുതുക, ഇങ്ങനത്തെ കുറെ പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് എഴുതും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഏട്ടൻ ഈ പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ചേലക്കരയുണ്ട്, നമ്മുടെ അവിടുന്ന് എറൗണ്ട് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അവിടെ പോയിട്ട് ഏട്ടൻ അത് കൊടുക്കും. അതേപോലെ തിരിച്ച് രാത്രി ഇങ്ങോട്ട് ഒരു 9:30 ആകുമ്പോൾ ഏട്ടൻ പോവുക. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് നന്ദി പറയേണ്ട ആൾക്കാരായിരുന്നു. ഒന്ന് എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ടായിരുന്നു. പിന്നൊന്ന് എൻ്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ പറയില്ല, 1-2 ടീച്ചേഴ്സ് അവർ ഭയങ്കര ഹെൽപ്പായിരുന്നു. അവരൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു, വേണ്ട വിട്ടോ, BEd വിട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുമ്പോഴും ഞങ്ങളുടെ ടീച്ചർ ഉണ്ടാവുമല്ലോ, നമ്മുടെ ക്ലാസ് ടീച്ചർ 36 ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ KSRTC ബസ്സിലത്തെ ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും. കാരണം ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് എന്നെ കണ്ടാൽ ഇവരെന്നെ വിളിച്ച് കയറ്റും. വണ്ടി നിർത്തി തരും. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ ഒരു KSRTC കണ്ടോടത്തിന്ന് വെച്ചിട്ട് ആൾക്കാരെ കയറ്റുന്നത്. ഇവരെനിക്ക് വഴിയിൽ വെച്ചിട്ട് ഞാൻ കൈകാട്ടി തന്നെ കയറ്റാറുണ്ട്. ഞാൻ വണ്ടി നേരെ ദൂരത്തെ പോയി നിർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നാലെ ഓടിക്കയറേണ്ട അവസരം വരുമല്ലോ. അപ്പോൾ ഓടണ്ട, നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റാറുണ്ട്. ഞാൻ 24/7 അതിലിരുന്ന് ഛർദ്ദിച്ചാൽ അവരൊന്നും പറയാറില്ല. ഒരുപാട് അങ്ങനെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുടെ എന്താ പറയുക സ്നേഹം കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കമ്മീഷനൊക്കെ കഴിഞ്ഞ് അതൊക്കെ പാസ്സായി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നത്തെ ടാസ്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഈ BEdന്റെ 4th സെമ്മിലേക്ക് കടന്നു നോക്കുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങൾ അതിനു വേണ്ടി തൃശ്ശൂർ ഈ കോളേജിൻ്റെ അടുത്ത് കൂർക്കഞ്ചേരിയിൽ ഒരു വീട് റെൻ്റ് എടുത്ത് ഞാൻ, എൻ്റെ അമ്മ, ഏട്ടൻ, ഉണ്ണി, ഏട്ടൻ്റെ അമ്മ, ഇത്രയും ആൾക്കാർ ഞങ്ങളവിടെ റൂം റെന്റിന് എടുത്ത് അവിടെ താമസിച്ചിട്ടാണ് ഞാൻ എൻ്റെ BEd പിന്നെ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഭാഗ്യമല്ല, എൻ്റെ കൂടെയുള്ള കുട്ടികളെ കൂടി ടൂർ പോയി ഗോവയ്ക്ക്. അത് കമ്പൽസറി ആയിരുന്നു നമുക്ക് ടൂർ. ഞാൻ സത്യം പറഞ്ഞാൽ BEdന് ചേർന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ചേർന്ന സമയത്ത് അവർ പറയുന്നു ടൂർ കമ്പൽസറി ആണ്, അതിന് വിടാതിരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഹായ് വലിയ ടൂർ ആവുമല്ലോ, 5 days മിനിമം ആണ് ടൂറിന്. അപ്പോൾ വലിയ ടൂറാണ് പോണത്. ഞാൻ അത്രയും ലോങ്ങിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ചതി പറ്റിയില്ലേ. അവരൊക്കെ ഗോവയ്ക്ക് പോയി വെക്കുമ്പോൾ നമുക്ക് ടൂർ കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ തൃശ്ശൂർ മ്യൂസിയത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേര് കുട്ടികളുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ പോയത് തൃശ്ശൂർ മ്യൂസിയത്തിലേക്കായിരുന്നു.
അങ്ങനെ നമ്മളവിടെ അവര് ടൂർ പോയല്ലോ. അവര് ടൂർ പോയവർക്ക് ആ സമയത്ത് അവിടുന്ന് കൊറോണ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് പൂട്ടി. പിന്നെ നമുക്ക് പിന്നെ വെക്കേഷനായി. ജനുവരിയിലായിരുന്നല്ലോ പ്രസവം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 28 കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലും പോയി തുടങ്ങി. ഒരു ഫെബ്രുവരി, മാർച്ചൊക്കെ പോകേണ്ടി വന്നു വെച്ചാലും പിന്നെ ഏപ്രിൽ, മെയ് ഒരു ക്ലാസ് പൂട്ടി. അപ്പോഴേക്കും പിന്നെ നമ്മുടെ കുട്ടി ഇത്തിരി വലുതായി. ഒരു 5 മാസം ഒക്കെ ആയി തുടങ്ങി. കുറുക്കൊക്കെ കഴിച്ച് 6 മാസം കഴിയുമ്പോൾ കുറുക്കൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗ്രാജുവേഷന് ഞാൻ അവനെയും കൊണ്ടാ പോയി. അവനെയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കും എൻ്റെ അമ്മയ്ക്കും ഏട്ടനും എനിക്കും കൂടിയിട്ട് 4 പേർക്കും കൂടി വേണം ഡിവൈഡ് ചെയ്തിട്ടാണ് ബി.എഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. സത്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് ഒരു ബി.എഡ് സ്റ്റോറി ആയി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി സ്റ്റോറി പറയാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എങ്കിലും ഞാൻ എന്താ ഇതൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ പേരുണ്ടാവും അയ്യോ ഇനി എന്ത് ഞാൻ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കണവര്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഇങ്ങനെ തരണം ചെയ്യാൻ പറ്റും. അതിനൊക്കെയുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് നെർവസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് നമുക്ക് പോകും. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് വെച്ചാലും നമുക്ക് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് അങ്ങനെ കണക്കാക്കിക്കോളും. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബൈ.